സൗവർണിക വരുന്ന തെരഞ്ഞെടുപ്പില് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിലവിൽ MLA ആണ്. അടുത്ത മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും പിന്നെ ആ ഒരു സ്ഥാനം അലങ്കരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നത്? നമുക്കറിയാം നിലവിൽ MLA ആണ് സണ്ണി ജോസഫ്. അപ്പോ മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അങ്ങനെ സണ്ണി ജോസഫ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും KPCCയുടെ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ പരിഗണിക്കാവുന്നതിൽ ഏറ്റവും സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുൻഗണനയിലുള്ള ഒരു പേരെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെതാണ്. കാര്യം നമുക്കറിയാം ഷാഫി പറമ്പിൽ നിലവിൽ MP ആണ്. ഈ MP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്നതുപോലും പൂർണ്ണമായി കോൺഗ്രസിൽ ഒരു തീരുമാനമായിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഷാഫി ഇനിയിപ്പോ MP സ്ഥാനം രാജിവെച്ച് ഒരു MLA സീറ്റിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന്. കാര്യം നമുക്കറിയാം ഈ പറയുന്ന പോലെ MP മത്സരിക്കേണ്ട എന്നൊരു അഭിപ്രായം പാർട്ടിയിൽ പൊതുവെ ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം ഇപ്പോ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് 18 MP ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അല്ലെങ്കിൽ ഒരു മത്സരിച്ച് അവർ MLA വിജയിച്ചു പോയാൽ അതൊരു പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ചിലപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കാം എന്നൊരു കാഴ്ചപ്പാട് കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഷാഫി ഇനി വടകരയിൽ നിന്ന് പാലക്കാട്ടേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതല്ല, ഈ പാർട്ടിയെ വെട്ടിലാക്കൂ എന്നതിലുപരി എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയട്ടെ. ഒരു സ്ഥാനത്തുള്ളവർ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ MP ആയിരിക്കുന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയ്ക്ക് ആളില്ല പാർട്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ജയിച്ചു കഴിഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് എക്സ്ട്രാ ചെലവാണ്. ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാം. അതിനപ്പുറം ഇനി മറ്റു പാർട്ടികൾ പറയും സ്ഥാനം മോഹിച്ചാണ് ഇപ്പുറത്തേക്ക് എന്താണ് മറ്റു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു രീതി വരും. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പറഞ്ഞു. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്ന് പറയുമ്പോൾ പോലും പാർട്ടി പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെതാണ്. നമുക്കറിയാം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ നിലവിൽ യുവ നേതാവാണ്. അതിനൊക്കെ അപ്പുറം ഒരു ക്രൗഡ് പുള്ളറാണ്. ഒപ്പം നിർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഒപ്പം നിർത്താൻ വലിയ മാറ്റങ്ങൾ KPCCക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്നാണ്. KSUവിനെ പറ്റി പറയുമ്പോൾ ആന്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നമുക്കറിയാം ഈ ഉമ്മൻചാണ്ടി ആന്റണിയുടെ ഒക്കെ ഒരു സമയത്ത് അല്ലെങ്കിൽ അവര് യുവാക്കളായി യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്ന കാലത്ത് അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അവർ KSUവിലും യൂത്ത് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ UDFൽ വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. എന്തും ചോദിക്കാം, എന്താണ് സീറ്റുകൾ പോലും നമുക്ക് ചോദിക്കാൻ കഴിയുന്ന അത്ര പവർ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് യൂത്ത് കോൺഗ്രസും KSU എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ സുവർണ്ണകാലമാണ്. ഉമ്മൻചാണ്ടി ആന്റണിയുടെ ഒക്കെ ആ ഒരു ടൈം. അന്ന് ഗ്രൂപ്പ് പോരുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു ഒരു വ്യക്തിത്വം, അതിനപ്പുറം എന്തും പാർട്ടിയോട് ചോദിക്കാൻ കഴിയുന്ന തലത്തിലുള്ള വളർന്നിരുന്നു, വ്യക്തി പ്രഭാവം ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി, ഇപ്പൊ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് വന്നതിന് ശേഷം ആ ഒരു KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു ഇളക്കം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കഴിവുകേടായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ഒരു KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പക്ഷെ അത് ഈ ഷാഫി വരികയാണെങ്കിൽ അതൊരു ആവേശമായി തന്നെ. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അങ്ങനെ പൂർണ്ണമായി വിലയിരുത്താൻ കഴിയില്ല. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് സൗമ്യമായി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന, ചിരിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ ഉമ്മൻചാണ്ടിയെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയൊക്കെ യുവാവായിരുന്നു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന സമയത്ത് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞൊരു മാറ്റമുണ്ട്. അതേ മാറ്റമാണ് ഷാഫിക്ക്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് രണ്ടാമതൊരു ജീവൻ നൽകിയത് ഷാഫിയാണെന്ന് പറയും ഞാൻ. കാര്യം ഷാഫി പറമ്പിൽ പ്രസിഡന്റായി വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു, യുവാക്കളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു. ഇതൊക്കെ ഷാഫിയുടെ ടാലന്റ് ആണ്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ രണ്ടാമത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ പിടിച്ചുയർത്തിയത് ഷാഫിയാണ്. അതേ ഷാഫിയെ KPCC പ്രസിഡന്റ് ആക്കുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് പോലും ഗുണം ചെയ്യും. ചേച്ചി പറഞ്ഞു സണ്ണി ജോസഫ് വന്നപ്പോൾ ഒരു ഇളക്കം സൃഷ്ടിക്കാൻ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. K. സുധാകരനായിരുന്നു അതിന് മുമ്പത്തെ KPCC പ്രസിഡന്റ്. K. സുധാകരനോട് അണികൾക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ഇഷ്ടമുണ്ട്. കാര്യം നമ്മൾ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും കോൺഗ്രസ് എല്ലാ വിമർശനങ്ങളെയും ഉൾക്കൊള്ളും എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പറയുന്ന സുധാകരൻ വേറൊരു ലെവലിലുള്ള മനുഷ്യനാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്കുനേർ നിന്ന് യുദ്ധം നയിക്കാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു ശക്തനായ ധീരനായ, അതായത് ഗർജിക്കുന്ന സിംഹം എന്നാണ് പലരും സ്വകാര്യമായെങ്കിലും അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ. കാര്യം സുധാകരൻ എന്ന് പറയുന്നത്
സുധാകരൻ ഒരു ക്രൗഡ് പുള്ളറാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഒരു കിടിലമാണെന്നൊക്കെ പറയാൻ പറ്റുന്ന തലത്തിലുള്ള ആളാണ് സുധാകരൻ. അതിനൊക്കെ അപ്പുറം സുധാകരൻ എന്ന് വെച്ചാൽ സണ്ണി ജോസഫ് ഒരു സൗമ്യ മുഖമാണ്. നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പക്വമായി അളന്നു കുറിച്ച് മറുപടി പറയുന്നു. പക്ഷെ സുധാകരൻ അങ്ങനെയല്ല, വ്യക്തമായി പറയണം. ചടുലമായ വാക്കുകളിലൂടെ മറുപടി പറയും. ഇങ്ങോട്ട് 2 അടി കിട്ടിയാൽ അങ്ങോട്ട് 2 അടി തിരിച്ചു കൊടുക്കണം എന്ന 2 അല്ല 4 ആയിട്ട് കൊടുക്കുന്ന ഒരാളെ, അങ്ങനത്തെ നിലപാടായിരുന്നു സുധാകരന്റെ. അപ്പൊ ആ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് സുധാകരൻ KPCC നയിക്കുമ്പോ ആ KPCCയുടെ മുന്നിൽ വന്നൊരു പ്രതിഷേധം പോലും ധൈര്യപൂർവ്വം നടത്താനുള്ള ധൈര്യം പ്രതിപക്ഷ എന്ന് വെച്ചാൽ മറ്റു പാർട്ടിക്കാർക്ക് ഉണ്ടാകാറില്ല. അത്തരത്തിലുള്ള ഒരു KPCC പ്രസിഡന്റ് ആണ്. അവിടെ നിന്നൊരു മാറ്റം വരുമ്പോഴാണ് നമുക്ക് സണ്ണി ജോസഫ് കുറച്ച് മന്ദഗതിയിൽ പോകുന്ന ആളാണെന്ന് ഫീൽ ചെയ്യുന്നത്. കാര്യം അത്രയും പവർഫുൾ ആയി അല്ലെങ്കിൽ അത്രയും വളരെ ക്വിക്കായിട്ട് പ്രതികരിക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റം വന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് ഷാഫി പറമ്പിൽ വരുമ്പോൾ അത് കോൺഗ്രസിന് ടീം UDF ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പൊ ഷാഫി പറമ്പിൽ അങ്ങനെ KPCC പ്രസിഡന്റ് ആയി വന്നാലുള്ള ഗുണം എന്ന് പറയുന്നത് ഒന്ന് യുവാക്കളെ ഒപ്പം നിർത്താനാകും. കുറച്ചുകൂടി KPCC നന്നായി കുറച്ചുകൂടി സംഘടനാവൽക്കരിച്ച് കുറച്ചുകൂടി നന്നായി ഗുണം. കാര്യം ഷാഫി എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഷാഫി ഇഷ്ടമാണ്. ഷാഫി നയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ കഴിയും, ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ കഴിയും, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ ഷാഫിക്ക് കഴിയും. അതിനപ്പുറം രാഷ്ട്രീയമായി ചിന്തിക്കാത്ത വലിയ രാഷ്ട്രീയമില്ലാത്ത ആളുകൾ പോലും ഷാഫിക്ക് പിന്നിൽ അണിനിരക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ വന്നാൽ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് UDF ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം നമുക്കറിയാം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ 140 അടുത്ത് നിർത്തിയാലും വിജയിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ വന്നാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. സ്വാഭാവികമായി നമുക്കറിയാം ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, 140 സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അതിന്റെ ചുമതലകൾ ഓരോരുത്തർക്കായി കൊടുക്കും, അല്ലെങ്കിൽ MP മാർക്ക് ചുമതല കൊടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിലവിൽ അടൂർ പ്രകാശ് UDF കൺവീനറാണ്. അങ്ങനെ നമ്മൾ ഇനി പരിഗണിക്കാൻ പറ്റുന്ന പേരുകൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് പരിഗണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരും സാധ്യത ഉള്ള ഒരു പേരും എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെതാണ്. പിന്നീട് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ഈ പറയുന്ന പോലെ മുതിർന്ന നേതാക്കൾക്കായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുതിർന്ന നേതാക്കൾക്ക് കൊടുത്താൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ഷാഫി പറമ്പിനായിരിക്കും. ഇപ്പോ KPCCയുടെ ചുമതല കൊടുക്കുമ്പോൾ ഇപ്പൊ ഷാഫി വർക്കിംഗ് പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായും ഷാഫിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുപാട് ഐഡിയ ഉണ്ടായിരിക്കും. അതുപോലെ ഫണ്ട് റൈസ് ചെയ്യാൻ ഷാഫിക്ക് കഴിയും. ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ളതാണ്, പാർട്ടിക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഷാഫിയെ നിർത്തിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. പക്ഷേ ഷാഫി ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ മറ്റൊരാളെ ഇതുവരെയും KPCCക്ക് കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഷാഫിക്കാണ് ഒരു മുൻഗണന കൂടുതൽ. ഷാഫി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ ഷാഫി ഒന്ന് കരുതിയിരിക്കുക, രാഹുലിനെ ഒതുക്കിയ സ്ഥിതിക്ക് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇനി ഷാഫിയെ കൂടെ ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ട്. അതുകൊണ്ട് ഷാഫിയും കോൺഗ്രസും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും.